എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും ഇന്ന് ഒരുപാട് സ്ട്രെസ്സും പ്രഷറും ഒക്കെ അനുഭവിച്ചാണ് ജീവിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ആധുനിക ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാൻ നമുക്ക് പഴയകാലത്തെ അറിവുകളിൽ നിന്ന് ഒരു ശക്തി കണ്ടെത്താൻ പറ്റുമോ? തീർച്ചയായും പറ്റും. ഭഗവാൻ ഹനുമാന്റെ ആ കരുത്തും ഭക്തിയുമൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിലെ വെല്ലുവിളികളെ നേരിടാൻ എങ്ങനെയൊരു ഇൻസ്പിരേഷൻ ആകുമെന്ന് നമുക്കൊന്ന് നോക്കാം. ശരിക്കും നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ എപ്പോഴെങ്കിലും വല്ലാത്തൊരു ഭാരം അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇപ്പോഴത്തെ കാര്യം നോക്കിയാ പരീക്ഷയുടെ ടെൻഷൻ, ജോലിയിലെ സ്ട്രെസ്, പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ ജീവിതം കണ്ട് നമ്മളെ തന്നെ താരതമ്യം ചെയ്യുന്നത്, ഇതൊക്കെ കാരണം നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ പോകും. ചിലപ്പോ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലെന്നൊക്കെ തോന്നും. ഇതൊക്കെ ഇന്ന് ഒരുപാട് പേര് നേരിടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ വളരെ നോർമലുമാണ്. അപ്പോ നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങി നോക്കാം. ഇന്നത്തെ തലമുറ നേരിടുന്ന ഈ സംഘർഷങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കാം. എന്നാൽ ഒരു രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മോഡേൺ പ്രശ്നങ്ങൾക്കൊരു ടൈംലെസ് സൊല്യൂഷൻ ഉണ്ട്. ഒരുപാട് ചെറുപ്പക്കാരിപ്പോ സമാധാനത്തിനു വേണ്ടി വിശ്വാസത്തിലേക്കും സ്പിരിച്വാലിറ്റിയിലേക്കും തിരിയുന്നത് കാണാം. അത് അവർക്ക് വലിയൊരു ആശ്വാസം കൊടുക്കുന്നുണ്ടും. ശരിക്കും ഇവിടെയാണ് ഹനുമാൻ എന്ന കാലാതീതമായ ശക്തി നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. ഹനുമാൻ എന്ന് പറയുന്നത് വെറുമൊരു ദേവനല്ല, നമുക്കെല്ലാവർക്കും വേണ്ട ശക്തിയുടെയും പ്രചോദനത്തിന്റെയും ഒരിക്കലും വറ്റാത്തൊരു ഉറവിടമാണ്. നമ്മൾ സ്നേഹത്തോടെ ഹനുമാനെ സങ്കടമോചൻ എന്ന് വിളിക്കാറുണ്ട്, അല്ലേ? എന്താ അതിന്റെ അർത്ഥം? എല്ലാ സങ്കടങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കുന്നവൻ, തന്റെ ഭക്തരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കി അവരെ എപ്പോഴും സംരക്ഷിക്കുന്നവൻ. ഹനുമാൻ എന്ന് പറഞ്ഞാല് ശക്തി, ഭക്തി, ജ്ഞാനം, ധർമ്മം, നിസ്വാർത്ഥ സേവനം, ഇതിന്റെയൊക്കെ ഒരു ആൾരൂപമാണ്. ഈ ഓരോ ഗുണങ്ങളുമുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ മറികടക്കാനുള്ള പവർഫുൾ ടൂൾസ് ആണ്. പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഈ പുരാതനമായ അറിവിന് മോഡൽ സയൻസിന്റെ എന്തെങ്കിലും പിൻബലമുണ്ടോ? ഹനുമാൻ ചാലിസ എന്ന് പറയുന്നത് ഒരു ഭക്തിഗാനം മാത്രമാണോ? അതോ അതിന് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും സ്വാധീനിക്കാൻ ശാസ്ത്രീയമായിട്ട് കഴിയുമോ? നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാമോ, ഈ ചോദ്യത്തിന് ഒരു ശാസ്ത്രീയ പഠനം തന്നെ ഉത്തരം നൽകുന്നുണ്ട്. 200 യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൽ 45 ദിവസം നീണ്ടുനിന്ന് ഒരു സ്റ്റഡി നടത്തി. ഹനുമാൻ ചാലീസ സ്ഥിരമായി കേൾക്കുന്നത് അവരിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. റിസൾട്ട് ശരിക്കും അവിശ്വസനീയമായിരുന്നു. ഈ പഠനത്തിൽ പങ്കെടുത്ത സ്റ്റുഡൻസിന്റെ സ്ട്രെസ് ലെവൽ ശരാശരി 26.2 നിന്ന് 17.5 ആയിട്ട് കുറഞ്ഞു. ഇതൊരു ചെറിയ മാറ്റമല്ല. അതുപോലെ തന്നെ അവരുടെ ഇമോഷണൽ ഇന്റലിജൻസ്, അതായത് സ്വന്തം വികാരങ്ങളെയും മറ്റുള്ളവരുടെ വികാരങ്ങളെയും മനസ്സിലാക്കാനും കൺട്രോൾ ചെയ്യാനുമുള്ള കഴിവ് നന്നായി കൂടി. 112.4 നിന്ന് അത് 134.8 ആയിട്ട് ഉയർന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വളരെ സിമ്പിളാണ്. ചാലീസയുടെ ആ ഒരു റിതമുണ്ടല്ലോ, അത് നമ്മുടെ ബ്രെയിൻ വേവ്സിനെ സ്വാധീനിച്ച് മനസ്സിനെ ശാന്തമാക്കും. ഇത് നമ്മുടെ കോൺസെൻട്രേഷനും ഇമോഷണൽ കൺട്രോളുമൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഈ സയൻസ് ഒരു ഭാഗത്ത് നിൽക്കട്ടെ. ഇനി നമുക്ക് ഹനുമാന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായി പഠിക്കാൻ പറ്റുന്ന ചില പ്രാക്ടിക്കൽ പാഠങ്ങളിലേക്ക് വരാം. നമ്മുടെ ഉള്ളിലെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്തൊക്കെയാ? ഒരുപക്ഷെ അത് പേടിയും ആത്മവിശ്വാസക്കുറവുമൊക്കെയായിരിക്കും. എന്നാൽ ഹനുമാന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് അതിരുകളില്ലാത്ത ധൈര്യത്തിന്റെ പാഠമാണ്. ഹനുമാൻ ചാലീസയിലെ ഈ വരികളൊന്ന് ശ്രദ്ധിച്ചേ. ഭൂത് പിശാച് നിക്കട്ട് നഹി ആവേ, മഹാവീർ ജബ് നാം സുനാവേ. അതായത് ഹനുമാന്റെ നാമം ജപിക്കുന്നിടത്ത് പുറത്തുള്ളതോ അകത്തുള്ളതോ ആയ ഒരു നെഗറ്റീവ് എനർജിക്കും സ്ഥാനമില്ല. നമ്മുടെ എല്ലാ പേടിയെയും അത് അകറ്റി നിർത്തും. ഇന്നത്തെ ഈ ലോകത്ത് നമ്മുടെ ശ്രദ്ധ മാറ്റിക്കളയാൻ 1000 കാര്യങ്ങളുണ്ട്. പക്ഷേ ഹനുമാൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ഒരൊറ്റ കാര്യത്തിൽ പൂർണ്ണമായി ഫോക്കസ് ചെയ്താൽ ആ ഭക്തിയിലൂടെ തന്നെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റും. ശ്രീരാമനോടുള്ള അദ്ദേഹത്തിന്റെ ഭക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ഫോക്കസിന്റെ ഏറ്റവും വലിയ കാരണം. സഞ്ജീവനി തേടിപ്പോയ കഥ നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാകും, അല്ലേ? ലക്ഷ്മണന്റെ ജീവൻ രക്ഷിക്കാൻ സഞ്ജീവനി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ വന്നപ്പോൾ ഹനുമാൻ ഒരു നിമിഷം പോലും മടിച്ചു നിന്നില്ല. മിഷൻ കംപ്ലീറ്റ് ചെയ്യണം, അതായിരുന്നു പ്രധാനം. അതിനുവേണ്ടി ആ ദ്രോണഗിരി പർവ്വതം തന്നെ എടുത്തോണ്ട് വന്നു. ഇതിലും വലിയൊരു ഫോക്കസും ഡെഡിക്കേഷനും നമുക്കെവിടെ കാണാൻ പറ്റും? ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഈഗോയും മറ്റുള്ളവരുമായി നമ്മളെ തന്നെ കമ്പയർ ചെയ്യുന്നതും വളരെ കോമൺ ആണ്. ഇതിന് ഹനുമാന്റെ മറുപടി എന്താണ്? വിനയം. കാരണം യഥാർത്ഥ ശക്തി വരുന്നത് അഹങ്കാരത്തിൽ നിന്നല്ല, വിനയത്തിൽ നിന്നാണ്.
ലങ്കാ വിജയത്തിനു ശേഷം തന്റെ പങ്ക് അത്രയും വലുതായിരുന്നിട്ടും ഹനുമാൻ ആ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവനും ശ്രീരാമന്റെ അനുഗ്രഹത്തിനും വാനരസേനയുടെ ടീം വർക്കിനുമാണ് കൊടുത്തത്. സ്വന്തം കഴിവുകളിൽ അഹങ്കരിക്കാതെ ലക്ഷ്യത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന യഥാർത്ഥ ലീഡർഷിപ്പിന്റെ പാഠമാണിത്. ഇനി നമുക്ക് ഈ ഡിജിറ്റൽ യുഗത്തിലെ ഭക്തിയെക്കുറിച്ച് സംസാരിക്കാം. ടെക്നോളജി ഇത്രയും വളരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? പലരും വിചാരിക്കുന്നത് സ്മാർട്ട് ഫോണുകളുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഒക്കെ ഈ കാലത്ത് ആളുകളുടെ വിശ്വാസം കുറഞ്ഞു വരുന്നു എന്നാ. പക്ഷെ ശരിക്കും നടക്കുന്നത് അതാണോ? ഒരിക്കലുമല്ല. വിശ്വാസം ഇല്ലാതാവുകയല്ല, അതിന് പുതിയ രൂപങ്ങൾ വരികയാണ്. ഗീത GPT, മഹാഭാരത് AI പോലുള്ള ആപ്പുകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഉപയോഗിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗത്തിരുന്നുകൊണ്ട് ആളുകൾ ഓൺലൈൻ ഭജൻ ക്ലബ്ബുകളിൽ കൂടുന്നു, പൂജകൾ ലൈവായി കാണുന്നു. ഇതെല്ലാം കാണിക്കുന്നത് ഭക്തി ഈ ഡിജിറ്റൽ യുഗവുമായി എത്ര ഭംഗിയായിട്ടാണ് ഇഴുകിച്ചേരുന്നത് എന്നാണ്. അപ്പോ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് പാഠമാണ് ഉൾക്കൊള്ളാനുള്ളത്? എങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ ആ ശക്തിയെ നമുക്ക് കണ്ടെത്താൻ കഴിയുക? ഹനുമാൻ ചാലീസയിലെ ഈ മനോഹരമായ വരികളോടെ നമുക്ക് അവസാനിപ്പിക്കാം. മഹാവീർ വിക്രം ബജ്രംഗി കുമതി നിവാർ സുമതി കെ സംഗി. അതായത് മഹാവീരനായ ഹനുമാൻ നമ്മുടെ ചീത്ത ചിന്തകളെ മാറ്റി നല്ല ചിന്തകൾക്കും ശുദ്ധമായ അറിവിനും എപ്പോഴും കൂട്ടായിരിക്കും. ഈ കാലാതീതമായ ജ്ഞാനവുമായി നമ്മുടെ മനസ്സിനെ ബന്ധിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തിയെയും വ്യക്തതയെയും കണ്ടെത്താൻ നിങ്ങൾ ഓരോരുത്തർക്കും കഴിയട്ടെ. ജയ് ബജ്രംഗബലി.